നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ എനിക്ക് ദിവസം 70ഓളം ആൾക്കാർ ഇവിടെ താമസം ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിഷു ആഘോഷം ഇവർക്കൊപ്പം ആവുന്നതാണ് അതിൻ്റെ ഒരു രീതി. നല്ല എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അതിനെ പറ്റി പറഞ്ഞുകൊണ്ട് വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ ദിവസത്തിൻ്റെ ഈ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടാനുള്ളൊരവസരം ദൈവമായ കർത്താവ് നൽകിയതിനു വേണ്ടി ആദ്യം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോഗനാഥം ചാനൽ എന്ന ചാനലിൻ്റെ പ്രിയപ്പെട്ടവരാണ് ഇന്ന് നമ്മുടെ മധ്യേ വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് വളരെയധികം വളരെ സന്തോഷമുണ്ട്. ദക്ഷിണ കേരള മഹായിടവകയുടെ കീഴിലുള്ള ഒരു ഹോമാണ് ബദേൽ ഗ്രാം എന്ന ഈ ഹോം. ഈ ഹോമിൽ ഇപ്പോൾ 65 മാതാപിതാക്കളും 20 ജീവനക്കാരും ഇവിടെ ഉണ്ട്. 65 മാതാപിതാക്കളിൽ 20ഓളം പേർ കിടരോഗികളാണ്. മക്കളുള്ളവരും ഇല്ലാത്തവരും മക്കൾ ഉപേക്ഷിക്കപ്പെട്ടവരും തെരുവിൽ കഴിഞ്ഞതുമായ മാതാപിതാക്കളാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. യോഗനാഥം ചാനൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവർ, അതിൻ്റെ ഭാരവാഹികൾ, അതിലെ അംഗങ്ങൾ ഇവിടെ ഇന്ന് വന്നതിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമാണ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവരെയും ഇവിടുത്തെ മാതാപിതാക്കളുടെ പേരിൽ ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ഞാൻ ഈ ഹോമിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. യോഗനാഥൻ ന്യൂസിൻ്റെ ആദ്യ വിഷുവാണ് ഇത്തവണത്തേത്. ഇത്തവണ വിഷു എങ്ങനെ ആഘോഷിക്കാമെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ പല ചിന്തകൾ വന്നു. വ്യത്യസ്തമായി ആ ഒരു ആഘോഷം വേണം എന്ന ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോഴത്തേക്ക് പ്രത്യേകിച്ചും വീടുകളിലും അതുപോലെ തന്നെ ഓഫീസുകളിലൊക്കെയാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. അതിൽ നിന്ന് വേറിട്ട് ഒരു പൊതുസമൂഹത്തോടുകൂടി പ്രത്യേകിച്ചും നമ്മുടെ അമ്മമാരോടൊക്കെ ചേർന്നുള്ള ഒരു ആഘോഷം വേണമെന്നൊരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വളരെ ദിവസങ്ങളെടുത്ത് ചിന്തിച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെ ഇവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ വളരെയധികം ചാരിതാർത്ഥ്യമുള്ള സന്തോഷമുണ്ട്. കാരണം ഈ അമ്മമാരെയെല്ലാം കാണാൻ കഴിയുന്നു, അവരോടൊപ്പം ഈ വിഷുക്കാലം ആഘോഷിക്കാൻ കഴിയുന്നു. അതുണ്ടാക്കുന്ന ഒരു ആത്മനിർവൃതിയും സന്തോഷമൊക്കെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ ആ ഒരു ചിന്ത നന്നായി എന്നിപ്പോൾ തോന്നുന്നു. കാരണം ഇങ്ങനെ ആകട്ടെ, ഇത്തവണത്തെ നല്ലൊരു തുടക്കമാകട്ടെ ഈ വിഷുക്കാലത്തിലൂടെ ന്യൂസിൻ്റെതെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ തന്നെ ആകുന്നില്ല, പ്രതീക്ഷയിൽ തന്നെയാണ്. എന്തായാലും ഇതിനോടൊപ്പം നമുക്കിനി കുറച്ച് മണിക്കൂറുകൾ ചെലവിടാം. അവരുടെ സന്തോഷങ്ങൾക്കും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് അങ്ങനെ ആ ഒരു തരത്തിൽ ഇത്തവണത്തെ വിഷുക്കാലം മുന്നോട്ട് പോകും. വരുന്നൊരു വർഷം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാം ആയി മാറും. യോഗനാഥൻ ന്യൂസിനും ഒപ്പം നമ്മുടെ പ്രവർത്തകർക്കും എല്ലാം ഈ സമൂഹത്തിനെല്ലാം അത്തരത്തിൽ തന്നെ ആകും എന്ന് കരുതിക്കൊണ്ട് നമുക്ക് സന്തോഷ നിമിഷങ്ങളിലേക്ക് കടക്കാം എന്ന് കരുതുന്നു. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഈ പ്രേക്ഷകരോട് നമുക്ക് അറിയിക്കാനുണ്ട്. അത് വരുന്ന മിനിറ്റുകളിൽ ആ പ്രേക്ഷകർക്കെല്ലാം കാണാൻ കഴിയും. അതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ശ്രീനാഥിൻ്റെ ആ ഒരു ചിന്ത നമുക്ക് ആ ഒരു വളരെ സംതൃപ്തിയിലേക്ക് എത്തുന്നു എന്നാണ് എനിക്ക്. വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരെയും, അമ്മമാരെ എല്ലാവരെയും ഇവിടെ കാണുക. നമ്മൾ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ നമ്മൾ ഒരുപാട് തവണ ആലോചിച്ചു എന്താ ചെയ്യുക. ഇപ്പം എല്ലാവരും വിഷുക്കാലം ഭയങ്കരമായി എല്ലാ ചാനലുകളും ആഘോഷിക്കുന്നു. സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്നു, പ്രമുഖ രാഷ്ട്രീയക്കാരെ കൊണ്ടുവരുന്നു. അപ്പം ഞങ്ങളിരുന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് ആ രീതിയിലേക്കൊന്നും പോകാൻ കഴിയില്ല. താരങ്ങളെല്ലാം ഡേറ്റ് കിട്ടുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ നമുക്ക് തോന്നി എല്ലാവരും പോകുന്ന വഴിയിൽ നമുക്ക് പോയിട്ട് കാര്യമില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ആരും കാണില്ല.
ഒരുപാട്, ചിലയിടത്ത് മോഹൻലാലാണെങ്കിൽ ചിലയിടത്ത് മമ്മൂട്ടി ആയിരിക്കും, ചിലയിടത്ത് ദിലീപ് ആയിരിക്കും, അങ്ങനെ കുറേ താരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് അങ്ങനെയല്ലല്ലോ. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായി ഒന്ന് ചിന്തിച്ചു, നമുക്ക് നമ്മുടെ കുറച്ച് അമ്മമാരുടെ കൂടെ നമ്മൾ വിഷു ആഘോഷിക്കുക, അവർക്കൊപ്പം ഇരുന്ന് ഒരു പിടി ആഹാരം കഴിക്കുക, ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ചിന്തിച്ചത്. ആ ചിന്തയുടെ ഭാഗമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്, നിങ്ങളുടെ മുന്നിൽ ഞങ്ങളെ എത്തിച്ചത്. അപ്പം നമുക്ക് ഇനിയുള്ള സമയം എന്ന് പറയാൻ, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്കറിയാം, നിങ്ങളുടെ കൂട്ടത്തിൽ പാട്ട് പാടുന്നവരുണ്ട്, നല്ല കഥകൾ പറഞ്ഞു തരുന്നവരുണ്ട്, കുറേ അനുഭവങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ട്. പലരോടും എവിടെ തുറന്ന് പറയുമെന്നറിയാൻ വയ്യാതെ ചിലപ്പോൾ ഭിത്തിയെ നോക്കി നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും. ഭിത്തിക്ക് കാതുകളുണ്ടായിരുന്നെങ്കിൽ ആ നിങ്ങളുടെ കഥകളെല്ലാം ഭിത്തി കേട്ടേനെ, കണ്ണുകളുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഭിത്തികൾ കരഞ്ഞേനെ. അപ്പോൾ അത്തരം കഥകൾ കേൾക്കണം, നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാനുള്ള ആഗ്രഹവും ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള കടങ്കഥകൾ കേൾക്കുവാനും ഞങ്ങൾക്ക് ആഗ്രഹം. ഞങ്ങളറിയാതെ പോയ, ഞങ്ങളുടെ തലമുറ പരിചയിക്കാതെ പോയ ഒരുപാട് സൗഭാഗ്യങ്ങളിലൂടെ കടന്നു വന്നവരാണ് നിങ്ങളെല്ലാവരും. അത്തരം സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞനുഭവിപ്പിക്കാൻ നിങ്ങൾക്കാകുമെന്ന് ഞാൻ കുറച്ച് വിശ്വാസമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങളുടെ മുന്നിലേക്കല്ല, നിങ്ങൾക്കിടയിലേക്കാണ് ഞങ്ങൾ വരാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം, ഒരുമിച്ച് പാട്ടുകൾ പാടാം, ഒരുമിച്ച് കഥകൾ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടങ്കഥകൾ കൊണ്ടോ നിങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ടോ ഞങ്ങളെ കുറച്ചേരം ചുറ്റിക്കുകയും ചെയ്യാം. അപ്പോൾ അതെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്കെന്താ തുടങ്ങാം, കാര്യങ്ങളിലേക്ക് പോവാം. എല്ലാം റെഡിയാണോ? റെഡിയാണോ? റെഡി, ഓക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്. ശരിയല്ലേ? ഓക്കെ. ആ ഈ വിഷുദിനത്തിൽ നമ്മളോടൊപ്പം വിഷു ആഘോഷിക്കാനായിട്ട് ബദേൽ ഗ്രാമത്തിലെ അച്ഛന്മാരും അമ്മമാരുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. എല്ലാവരും നല്ല അധികം കഴിവുകളുള്ളവരാണ്. അവരെന്തായാലും നമ്മളുമായിട്ട് അവരുടെ കഴിവുകൾ ഇവിടെ പങ്കിടും. എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യം ഈശ്വര പ്രാർത്ഥനയിൽ തുടങ്ങാം. അന്നമ്മ ഡാനിയലുണ്ട്, ആൻറ്റി നന്നായിട്ട് പ്രാർത്ഥന ചൊല്ലും. ആൻറ്റി ഒരു പ്രാർത്ഥനയോട് നമുക്ക് ആരംഭിക്കാം. യേശുവേ സൽഗുരോ വാഴ്ക നീ, ദാസരാം ഞങ്ങളിൽ എന്നുമേ ആശുനീയേഖണം കർത്തനേ, ആശുനീയേഖണം കർത്തനേ. ഞങ്ങളിൽ ആവശ്യമുള്ള മന്നയെ നീ നൽകണം നിത്യം എന്നെ. രാജ്യവും ശക്തിയും തേജസ്സും മേന്മയും യേശുവേ നിന്റേതാം രാജനേ. യേശുവേ സൽഗുരോ വാഴ്ക നീ, ദാസരാം ഞങ്ങളിലെന്നുമേ
ആശു നീയേകണം കർത്തനെ. പരീക്ഷയിൽ നാളുകൾ വന്നണയുമ്പോൾ യേശുവേ മക്കളെ കാത്തിടണമേ. ദുഷ്ടനും ശക്തിയായി വന്നണയുമ്പോൾ ശിക്ഷരെ ഭദ്രമായി കാത്തിടണമേ. രാജ്യവും ശക്തിയും തേജസ്സും മേന്മയും യേശുവേ നിന്റെതാം രാജനേ. രാജ്യവും ശക്തിയും തേജസ്സും മേന്മയും യേശുവേ നിന്റെതാം രാജനേ. നന്നായിട്ട് പാടിയിട്ടോ അമ്മ. ഇനി അടുത്തായിട്ട് ഈ ആൻറ്റി പാടും. ആൻറ്റിക്ക് പേര് പറയണേ ആൻറ്റി. സരോജം. യെസ്. വന്നീൻ കാൽവരി കുരിശതിനരികെ നോക്കി നിന്നീൻ എൻ പാപബലിയായവനെ. നോക്കി നിന്നീൻ എൻ പാപബലിയായവനെ. എന്നെ പ്രതി മുറിഞ്ഞ കാൽക്കരങ്ങൾ ക്ഷീണം ഏറെ സഹിച്ച തിരു അരുമജടം. ക്ഷീണം ഏറെ സഹിച്ച തിരു അരുമജടം. തന്നിൽ തന്നെ വ്യസനം അടക്കിയതും പ്രാണൻ താനായി വിട്ട ദിവ്യ നിലയെയും ഞാൻ. പ്രാണൻ താനായി വിട്ട ദിവ്യ നിലയെയും ഞാൻ. കണ്ടുവന്നീൻ കാൽവരി കുരിശതിനരികെ നോക്കി നിന്നേൻ എൻ പാപബലിയായവനെ. നോക്കി നിന്നേൻ എൻ പാപബലിയായവനെ. കണ്ടേൻ എന്നോടു തിരു സ്നേഹബലം. തിരുകരുണാനിധിയും ഒന്നായി ചേർന്ന വിധം. തിരുകരുണാനിധിയും ഒന്നായി ചേർന്ന വിധം. പണ്ടേയകത്തെ പാപത്തിൻ നിമിത്തം ചെയ്വാൻ പറുദീസയിൽ നിയോഗിച്ചതിൻ നിവർത്തി. പണ്ടേ പറുദീസയിൽ നിയോഗിച്ചതിൻ നിവർത്തി. കണ്ടുവന്നീൻ കാൽവരി കുരിശതിനരികെ നോക്കി നിന്നേൻ എൻ പാപബലിയായവനെ. നോക്കി നിന്നേൻ എൻ പാപബലിയായവനെ. എൻ പേർക്കു കൊണ്ട അടിമുറിവുകളും കായം എങ്ങും നോറുങ്ങി രക്തം കൂടിയതും. കായം എങ്ങും നോറുങ്ങി രക്തം കൂടിയതും. എൻ പേർക്കു വിട്ട ദീർഘശ്വാസങ്ങളും എല്ലാം ഇപ്പാപിന്നും ധ്യാനിച്ചികവസിപ്പിം. എല്ലാം ഇപ്പാപിയെന്നും ധ്യാനിച്ചികവസിപ്പിം. താണുവന്നീൻ കാൽവരി കുരിശതിനരികെ നോക്കി നിന്നേൻ എൻ പാപബലിയായവനെ.
നോക്കി നിന്നേൻ എൻ പാപബലിയായ ബലി. അയ്യോ പാപത്തിൻ ശിക്ഷ ഭയങ്കരമേ, ഇനി അടിയനിൻ യേശു നിനക്കായിരിപ്പിൻ. ഇനി അടിയൻ എൻ യേശു നിനക്കായിരിപ്പിൻ. മെയ്യേൻ ദേഹം ദേഹിയാത്മാവും മേലാൽ വിനയത്തോടെ നിനക്കച്ചിലവിടുവേ. മേലാൽ വിനയത്തോടെ നിനക്കച്ചിലവിടുവേ. കണ്ടു വന്നേൻ പാപത്തിൻ ശിക്ഷ ഭയങ്കരമേ, ദേവ നിന്നോടു യാചിക്കുന്നതിൻ നിവർത്തി. ചോദിക്കുന്നത് അമ്മയെ തൊട്ടാലും അമ്മയെ തൊട്ടാലും മകൻ ഇല്ലാതാവും. കറക്റ്റ്. അളക്കാനാവാത്ത നാടി, അളക്കാനാവാത്ത നാടി. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നാടി എന്തളക്കൂല. പറ്റുമോ? അല്ല അല്ല. നാടി എന്തളക്കത്തില്ല. ഇത് എന്നിട്ടല്ല ചോദ്യം. ഞാൻ അമ്മയുടെ സപ്പോർട്ട് ചെയ്യാനാണ്. ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ? ആർക്കും പറയാൻ അറിഞ്ഞൂടെ? പറയട്ടാ. ഇടനാഴി, നാഴി, ഇടനാഴി, ഇടനാഴി എന്ന് പറയൂലേ? ഇടനാഴി. ഒരു ജീവി, ഒരു ജീവി
മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പുള്ളി അമ്മ ഒരു പാട്ട് മണിച്ചേട്ടൻ പാടട്ടെ, എന്നിട്ട് മണിച്ചേട്ടന് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു സ്പീഡ് പാട്ടാണ്. സ്പീഡ് പാട്ട് എങ്ങനെയാണ്? നല്ല അടിപൊളി പാട്ട്. കൂടെ പാടാം. താനതിന്ത 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 തെയ്യന്താരാ, താനതിന്ത 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 തെയ്യന്താരാ, താനതിന്ത 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 തെയ്യന്താരാ, താനതിന്ത 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 തെയ്യന്താരാ. കരകുറുകുറി ചെറുകുറുകുറി ചെമ്പക ജീരക വിത്തിലമ്മന പാകുന്നേ, കരകുറുകുറി ചെറുകുറുകുറി ചെമ്പക ജീരക വിത്തിലമ്മന പാകുന്നേ, മക്ക പൂത്തതും കാപറിച്ചതും കരിക്കരച്ചതും നെയ്യപ്പൻ ചുട്ടതും നീ അറിഞ്ഞോടി, അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി, താനതിന്ത 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 തെയ്യന്താരാ, താനതിന്ത 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 തെയ്യന്താരാ. കരകുറുകുറി ചെറുകുറുകുറി ചെമ്പക ജീരക വിത്തിലമ്മന പാടുന്നേ, കരകുറുകി ചെറുകുറുകി ചെമ്പക ജീര വിത്തിലമ്മന പാടുന്നേ, മക്ക പൂത്തതും കാപറിച്ചൽ കരക്കരച്ചൽ നെയ്യപ്പൻ ചുട്ടതും നീ അറിഞ്ഞോടി, അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി, താനതിന്ത 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 തെയ്യന്താരാ, താനതിന്ത 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 തെയ്യന്താരാ. എനിക്കായി കരുതുന്നവൻ, പാദങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, പാദങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാരെന്നറിയുന്നു ഞാൻ. എൻ യേശുവിൻ കരങ്ങളില, വീഴുന്നതു തീയിലല്ല, എൻ യേശുവിൻ കരങ്ങളില, എൻ്റെ ദൈവമനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്, പരീക്ഷ എൻ്റെ ദൈവമനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. കാരുണ്യം കൊലുന്ന സ്നേഹസ്തോരുവാ നിൻ കാലീണ കൈവണങ്ങുന്നു ഞങ്ങൾ, വായുവും വെള്ളവും മണ്ണും ആകാശവും തീയുക നിൻ്റെ അനുഗ്രഹങ്ങൾ, എങ്കിലും ഇതേ മുഴങ്ങട്ടെ ദൈവമേ, നിന്തിരുനാമവും കാരുണ്യവും, നല്ലതേ പറയാവൂ നല്ലതേ കേൾക്കാവൂ നല്ലതേ ചെയ്യാവൂ തമ്പുരാനേ. കാരുണ്യം കൊലുന്ന സ്നേഹസ്തോരൂപ നിൻ കാലീണ കൈവണങ്ങുന്നു ഞങ്ങൾ.
നല്ലതേ പറയാവൂ, നല്ലതേ കേൾക്കാവൂ, നല്ലതേ ചെയ്യാവൂ തമ്പുരാനേ. എന്നും അതിനുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളേണമേ തമ്പുരാനേ. നേരുകേടിൽ പേടി വേണം, നേരു ചൊല്ലണം എപ്പോഴും, ആരും സ്നേഹിച്ചിടും വണ്ണം ചേരും വൃത്തിയിൽ നിൽക്കണം. നേരുകേടിൽ പേടി വേണം, നേരു ചൊല്ലണം എപ്പോഴും, ആരും സ്നേഹിച്ചിടും വണ്ണം ചേരും വൃത്തിയിൽ നിൽക്കണം. കൂട്ടുകൂടല്ല മര്യാദ, കൂട്ടുകാരോടും ചേരണം. കൂട്ടുകൂടല്ല മര്യാദ, കൂട്ടുകാരോടും ചേരണം. അന്ത്യാകും നേരത്തു പന്തിയിൽ ദൈവവചനം സ്വന്തം മനത്താൽ ചെയ്യണം. സന്ധ്യപ്രാർത്ഥന നടത്തേണം, സ്വന്തം മനത്താൽ ചെയ്യണം. സന്ധ്യപ്രാർത്ഥന നടത്തേണം. കാര്യമായി നിയമം വേണം, കാര്യം വിട്ട് കളിക്കലാം. ധൈര്യം വേണം, പഠിക്കേണ്ടും കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണം. കാര്യമായി നിയമം വേണം, കാര്യം വിട്ട് കളിക്കലാം. ധൈര്യം വേണം, പഠിക്കേണ്ടും കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണം. നേരുകേടിൽ പേടി വേണം, നേരു ചൊല്ലണം എപ്പോഴും, ആരും സ്നേഹിച്ചിടും വണ്ണം ചേരും വൃത്തിയിൽ നിൽക്കണം. കൂട്ടുകൂടല്ല മര്യാദ, കൂട്ടുകാരോടും ചേരണം. അന്ത്യാകും നേരത്ത് പൂജ വചനമുറിയിൽ പ്രാർത്ഥന സ്വന്തം മനത്താൽ ചെയ്യണം. സന്ധ്യനാമം നടത്തണം. മറിയയും മാർത്തയും ലാസറും എന്ന് 3 പേർ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിൽ. അതിൽ ലാസറിന് മരിക്കത്തക്ക ഒരു രോഗമുണ്ടായി. അപ്പോൾ യേശു വന്നാൽ ഈ രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടുമെന്ന് സഹോദരിമാർ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഈ സുഖമില്ലാത്ത വർത്തമാനം യേശുവിനെ അറിയിച്ചു. പക്ഷേ യേശു എത്തിയില്ല. അപ്പോൾ രോഗം മൂർച്ഛിച്ചു, ലാസർ മരിച്ചു. യഹൂദന്മാരുടെ നിയമപ്രകാരം അടക്കം ചെയ്തു. അതിന് ശേഷം യേശു അവിടെ വരുമ്പോൾ യഹൂദന്മാർ എല്ലാവരുമായിട്ട് ഈ സഹോദരിമാരെ ആശ്വസിപ്പിക്കാനായിട്ട് വന്നുകൂടിയിട്ടുണ്ട്. ഇവർ ഭയങ്കരമായിട്ട് കരയുന്നു. ആ സമയത്താണ് യേശു അവിടെ വരുന്നത്. യേശുവും ഇവരെ കണ്ടപ്പോൾ ഇവരോടൊത്ത് കരഞ്ഞു. ആ സമയം അപ്പോൾ സഹോദരി പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു പറഞ്ഞു, നീ വിശ്വസിക്കുകയാണെങ്കിൽ ഇനിയും എൻ്റെ മഹത്വം കാണും എന്ന് പറഞ്ഞു. അവന് വെച്ച സ്ഥലം എവിടെയെന്ന് യേശു ചോദിച്ചു. ആ സ്ഥലത്തേക്ക് യേശുവും കൂട്ടരുമായിട്ട് കടന്നു ചെന്നു. അവിടെ യേശു എത്തിയിട്ട് ഇങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. ആ മാത്രയിൽ ലാസറ് പുറത്തു വന്നിട്ട് അവനെ കെട്ടഴിപ്പിൽ അവൻ പോകട്ടെ എന്ന് പറഞ്ഞു. അവൻ്റെ ശരീരത്തിൽ ചുറ്റിയിരുന്ന റൂമാൽ അതെല്ലാം കെട്ടഴിഞ്ഞു. ലാസർ ജീവനുള്ളവനായി അവൻ്റെ ഭവനത്തിലേക്ക് എല്ലാവരുമായിട്ട് വന്ന് ഭക്ഷണം കഴിച്ചു സന്തോഷമുള്ളവരായി മാറി. അവരുടെ കുടുംബത്തിൽ വളരെ സന്തോഷമുണ്ടായി. മരിച്ചുപോയവന് തിരികെ കിട്ടിയില്ലേ, ആ ഭയങ്കരമായൊരു സന്തോഷം അവർക്കെല്ലാവർക്കും ഉണ്ടായി. അപ്പോൾ യേശു ഏത് മരിച്ചു പോയവനെയും ജീവിപ്പിപ്പാൻ ശക്തനാണെന്ന് ആ യഹൂദന്മാരെല്ലാവരും വിശ്വസിപ്പാൻ ഇതൊരു മുഖാന്തരമായി. അപ്പോൾ എന്തുകൊണ്ട് ഈ 4 ദിവസം കഴിഞ്ഞ് യേശു വന്നു? അപ്പം അവർക്കറിയാം 4 ദിവസം വരെ ചിലപ്പോൾ ഈ ശരീരത്തിൽ ജീവൻ നിലനിൽക്കും എന്നൊരു വിശ്വാസം അവരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് അതിനെയും കൂടെ ഭേദിച്ചിട്ട് യേശു വന്നു. അതുകൊണ്ടാണ് ഈ ഇത്തിരി ദിവസങ്ങൾ കഴിഞ്ഞ് യേശു വരാൻ കാരണം.
മാർത്തമാറിയത്തിൻ വീട്ടിലോരോ ലാസറുദീനമായി കിടന്നിരുന്നു. ഏറിയതൊക്കെയും ചെയ്തു നോക്കി, ഭേദമില്ലാതവൻ മരിച്ചു പോയി. ഭേദമില്ലാതവൻ മരിച്ചു പോയി. 4 നാൾ കഴിഞ്ഞിട്ട് സുശിഷ്യന്മാർ ഗ്രാമത്തിലേക്ക് ചെന്നു. മാർത്തയാടുത്തു വന്നേശുവേ നീ ഉണ്ടെങ്കിൽ ലാസർ മരിക്കയില്ല, ഉണ്ടെങ്കിൽ ലാസർ മരിക്കയില്ല. ആമേൻ. മാർത്തമാറിയത്തിൻ വീട്ടിലോരോ ലാസറുദീനമായി കിടന്നിരുന്നു. ഏറിയതൊക്കെയും ചെയ്തു നോക്കി, ഭേദമില്ലാതവൻ മരിച്ചു പോയി. ഭേദമില്ലാതവൻ മരിച്ചു പോയി. കൊമ്പൻ കാള ഇഴഞ്ഞു വരും, പിടിക്കാൻ കൊമ്പൻ കാള ഇഴഞ്ഞു വരുന്നു, പിടിക്കാൻ ചെന്നാൽ കൊമ്പില്ല. കാള ഇഴഞ്ഞു വരും, പിടിക്കാൻ ചെന്നാൽ കൊമ്പില്ല. ആർക്കെങ്കിലും ഉണ്ടോ? എന്നാ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മക്കളെ ഇത് പറയും. മുക്കണ്ണനും ചന്തയ്ക്ക് പോയി, വട്ടിയിലൊട്ടിയും ചന്തയ്ക്ക് പോയി, വഴി കൊടഞ്ചനും ചന്തയ്ക്ക് പോയി, ചാമ്പലാടിയും ചന്തയ്ക്ക് പോയി. ആ അത് ശരി തന്നെ. വഴി കൊടഞ്ചൻ വട്ടിയിലൊട്ടി പുളി, വഴി കൊടഞ്ചൻ ചീര, ചാമ്പലാടി അല്ല 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 അതൊക്കെ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തവർക്ക്. എല്ലാം ഞാൻ ഒരുപാട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തവർക്ക്. മക്കളെ ചാമ്പലാടി പറയും. കുമ്പളങ്ങ മുറ്റി മുറ്റി മുതുക്കടിച്ച് കിടക്കുമ്പോൾ അത് ചെന്ന് നമ്മൾ തൊടുമ്പോൾ ചാമ്പൽ പോലെ വെള്ള പറ്റും കയ്യിൽ. പാമ്പൽ പോലെ ഒരു മനുഷ്യൻ അതിനെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് അവർ സുഖമായി അങ്ങനെ ജീവിക്കുകയാണ്. ഒരു കുട്ടിയുണ്ടായി അവർക്ക്. ആ സ്ത്രീ ഗർഭിണിയായി രണ്ട് പ്രസവത്തിനടുത്ത് സ്വന്തം സമയമായപ്പോഴേക്ക് ഭർത്താവ് മരിച്ചു. അവർ പ്രസവിച്ചു. ആ കുട്ടിയെ വളരെ കഷ്ടപ്പെട്ട്, വളരെ പ്രയാസപ്പെട്ട്, വേറെ വലിയ വരുമാനങ്ങളൊന്നും ഉള്ള ആളല്ല, കൂലിപ്പണിയൊക്കെ ചെയ്ത് ആ സ്ത്രീ ആ കുട്ടിയെ വളർത്തി ഭംഗിയായ രീതി പഠിപ്പിച്ചു. നല്ല പഠിത്തം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് തന്നെ പഠിപ്പിച്ച് ജോലിയും കിട്ടി. നല്ല ജോലിയുള്ളൊരു പെൺകുട്ടിയെ കല്യാണവും കഴിപ്പിച്ചു. സ്വന്തമായിട്ട് അവർ താമസം കഴിഞ്ഞുകൂടും. അങ്ങനെ മുമ്പോട്ട് പോവാണ് കുടുംബജീവിതം. ഒരു ഘട്ടത്തിൽ മരുമകൾ ഭർത്താവ് ഗർഭിണിയായി. അതിൻ്റെ ഗർഭം പൂർണ്ണമായി വരുന്തോറും അതിന് ഒരു സംശയം. ഈ മകന് ഈ തള്ളയോട് അങ്ങേയറ്റം സ്നേഹമാണ്. അങ്ങേറ്റം സ്നേഹം പറഞ്ഞാൽ അങ്ങേറ്റം സ്നേഹമാണ്. അവരെ വിട്ടുള്ള ഒരു കാര്യവും മകനില്ല. അത്ര ആത്മാർത്ഥമായ സ്നേഹമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാര്യയ്ക്കൊരു സംശയം, ഇത് ഇങ്ങനെ പോയാൽ എന്നോട് ഇങ്ങേർക്ക് സ്നേഹം കുറയും, ഈ തള്ളയുടെ പുറകെ ഇങ്ങനെ നടക്കുകയുള്ളൂ, എൻ്റെ കാര്യം പോക്കാവും എന്നൊക്കെ കാടകമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അവസാനം വളരെയേറെ പരിശ്രമിച്ച് ഈ ഭർത്താവിനെ സ്വാധീനിച്ച് തള്ളയെ നമുക്ക് എവിടെയെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കാം എന്നാലോചിച്ചു. അപ്പം ആദ്യം പറഞ്ഞു പറ്റത്തില്ല, പരിപാടി നടക്കുകയില്ല, അമ്മയെ ഇവിടുന്ന് മറ്റൊരിടത്ത് കൊണ്ടുവിടുന്ന പരിപാടിയില്ല, അത് നടക്കുകയില്ല, ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം
ഒലഞ്ഞു പോകില്ല. എന്നിട്ട് ബന്ധം ഒലഞ്ഞു പോയാലും ഞാൻ അനുവദിക്കത്തില്ല എന്ന്. ബന്ധം ഒലഞ്ഞു പോയാലും ശരി, ഞാൻ അമ്മയെ കൊണ്ടാക്കുകയില്ലാന്ന്. അപ്പോൾ ഭാര്യ പിണക്കമായി. അത് വലിയ ക്ഷോഭമായിട്ടൊക്കെ വന്നപ്പം അവസാനം കുടുംബജീവിതം താറുമാറാകണ്ട എന്ന് കരുതി, ശരി നമുക്ക് വളരെ വിശ്വാസവും സുരക്ഷിതമുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് അമ്മയെ തൽക്കാലം അവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മരുമകൾ സമ്മതിച്ചു, ശരി കൊണ്ടാക്കാം. തള്ളയും കൊണ്ടുപോയി ഒരു വൃദ്ധസാധനത്തിൽ കൊണ്ടുവന്നു തള്ളയാക്കി. വൃദ്ധസാധനത്തിൽ കൊണ്ട് തള്ളയാക്കിയിട്ട് അവിടുത്തെ വിവരങ്ങൾ അവരുടെ അടുത്ത് വിവരങ്ങൾ റെക്കോർഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഈ ഭാര്യയാണ്. ഭർത്താവിനെ കാറിലിരുത്തിയിട്ട് അവരാണ് കൊണ്ടുപോയി എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുത്ത് അവിടെ അഡ്മിറ്റാക്കിയിട്ട് പോരുകയാണ്. അപ്പോൾ ആ സ്ത്രീ താഴെ കാറിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങി അവിടെ നിന്നു. അപ്പം മകൻ ചോദിച്ചു, അമ്മ ഞാൻ പോട്ടോ? നീ എന്നോട് യാത്രയൊന്നും ചോദിക്കണ്ട, നിനക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, പോവും. അവർ പോയി. ആ കാറ് കണ്ണിൽ നിന്ന് മറയുന്നവരെ ആ സ്ത്രീ ആ വണ്ടി നോക്കി അങ്ങനെ നിന്നു. കാലം നാളുകൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഭാര്യ ഗർഭിണിയായി. അതിൻ്റെ ഗർഭം ഇപ്പം ഈ തീനടയ്ക്ക് വെച്ച് അമ്മയെ ഒന്ന് കണ്ടോളാം, കൂടെ നമുക്ക് അമ്മ ഒന്ന് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് ഏർപ്പെടുത്തിയിരുന്ന ആളാണ്. പക്ഷേ അമ്മയെ കാണൽ പരിപാടി പിന്നെ ഉണ്ടായില്ല. അവൾ ഗർഭിണിയായി, അതിന് പ്രസവ സമയമായി. അത് പ്രസവിക്കാറായപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. പ്രസവ തീയതി അടുത്തു. അപ്പോൾ ലേബർ റൂമിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് ചെന്ന് ഡോക്ടർ പറഞ്ഞു, എൻ്റെ ഭാര്യ പ്രസവിക്കുമ്പോൾ ആ പ്രസവം എനിക്കൊന്ന് കാണാൻ പറ്റുമോ? കാണാനുള്ള ധൈര്യമുണ്ടോ? ഒന്ന് കാണാനുള്ള ധൈര്യമുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു. തൻ്റെ ഇടം ഉണ്ടോ ഒന്ന് കാണാമെന്ന് ചോദിച്ചു. ശരി കുഴപ്പമില്ല, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ശരി കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ പ്രസവ സമയത്ത് അയാളെ കൊണ്ടുവന്ന് പ്രസവം പൂർണ്ണമാകുന്നത് വരെ അവിടെ നിന്ന് അയാൾ കണ്ടു കഴിഞ്ഞ ഉടനെ അയാൾ പിന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങ് പോയി. വീട്ടിൽ ചെന്ന് കാറും എടുത്തുകൊണ്ട് നേരെ അമ്മ കിടക്കുന്ന അനാഥാലയത്തിലേക്ക് പോയി, വൃദ്ധസാധനത്തിലേക്ക് പോയി. അപ്പോൾ അയാൾ ചിന്തിച്ചത്, എൻ്റെ ഭാര്യ ഇപ്പോൾ പ്രസവിച്ചപ്പോൾ അവൾ അനുഭവിച്ച പ്രയാസങ്ങൾ എന്തെല്ലാം ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോൾ ഇത്രയും കഷ്ടം അനുഭവിച്ചാണല്ലോ എന്നെ പ്രസവിച്ചത്. അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ പ്രസവിച്ച് വളർത്തി ഇത്രയും ആക്കിയ അമ്മയെ ഞാൻ കൊണ്ട് കളഞ്ഞല്ലോ. ശരി, ഇനി അമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് നേരെ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ അമ്മ മരിച്ചിട്ട് മാസങ്ങളായി. അവരെ അവിടെ ആക്കിയിട്ട് പോരുന്നതിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിൽ ആ തള്ളം മരിക്കുകയാണ്. അവരെ വിളിച്ചപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലൊന്നും വിളിച്ചിട്ട് അവരെ ആരെയും കിട്ടിയില്ല. ആ നമ്പരൊന്നും ശരിയായിരുന്നില്ല. അയാൾ അവിടുന്ന് തിരിച്ചു വന്ന് അമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ കവിഴ്ന്ന് കിടന്നു. അമ്മയെ മാപ്പെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോയുടെ മുമ്പിൽ കവിഴ്ന്ന് കിടന്നു. ഈ സമയത്ത് ഭാര്യ പ്രസവിച്ച് അവിടെ കിടക്കുകയാണല്ലോ. ഭർത്താവിനെ കാണുന്നില്ല. ഭാര്യയുടെ തള്ളയും ഒക്കെ കൂടെ ചെന്ന് അവിടുന്ന് അവരെ ഇറക്കി കുട്ടിയെ ഇറക്കിക്കൊണ്ട് വന്നു. കൊച്ചിനെ തള്ളയൊക്കെ ആയിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അയാൾക്ക് അവിടെ കമന്ന് കിടക്കുകയില്ലേ. എന്നെ ആശുപത്രി കൊണ്ട് കളഞ്ഞിട്ട് ഇവിടെ ഒന്ന് കിടക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവളിൽ നിന്ന് ഭർത്താവിനെ തട്ടി വിളിക്കുകയാണ്. വിളിച്ചിട്ട് അനക്കമില്ല. തിരിച്ചു കിടത്തിയപ്പോൾ ആൾ രക്തം ഛർദ്ദിച്ച് മരിച്ചു കിടക്കുകയാണ്. അങ്ങനെ ആ കഥ വീണ്ടും ആവർത്തിക്കുക. സത്യം പറഞ്ഞത് വളരെ വളരെ നമ്മൾ ഓരോരുത്തരും മറന്നു പോകുന്നതോ ശ്രദ്ധിക്കാതെ പോകുന്നതോ കാണാതെ പോകുന്നതോ ആയൊരു കഥയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും നമ്മൾ ഈ പുതിയ തലമുറ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും വിവാഹിതരാണ്, നമുക്കെല്ലാം മക്കളുണ്ട്, നമ്മളവരെ ഒന്നുപോലെ നോക്കി വളർത്തിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ പറഞ്ഞ കഥയുടെ സാരം ഇതാണ്. ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് ലോകത്തെങ്ങും ഒരു മനുഷ്യനും അനുഭവിക്കാൻ കഴിയാവുന്നതിനും അപ്പുറം വേദന അനുഭവിച്ചുകൊണ്ട്, ആ വേദന അനുഭവിച്ചുകൊണ്ട് ഓരോ മക്കളും ഭൂമിയിലേക്ക് വളരുകയും
ആ വളർച്ചയിൽ ഒരിക്കൽ പോലും ആ മകൻ തിരിഞ്ഞു ചെയ്യുന്നത് ആ അമ്മ അത്ര കാലം അല്ലെങ്കിൽ ആ കുറച്ചു നേരം കഴിഞ്ഞു പോയ 9 മാസക്കാലം എത്രത്തോളം വേദന അനുഭവിച്ചുവെന്ന് ഒരു മകനും ഒരു മകളും ചിന്തിക്കാറുണ്ട്. ഒടുവിൽ നമുക്കൊക്കെ പ്രായമായി നമ്മളൊക്കെ പറക്കം കിട്ടി പുതിയ ആകാശങ്ങളും പുതിയ ഭൂമിയും തേടി നമ്മൾ പറന്നുകൊണ്ടേയിരിക്കും. ഈ യാത്രക്കിടയിൽ നമുക്ക് ഒപ്പം വന്നു ചേർന്നവർക്ക് വേണ്ടി നമ്മൾ സൗകര്യപൂർവ്വം ഒഴിവാക്കുകയാണ് നമ്മുടെ മാതാപിതാക്കൾ. നമ്മളെ ഈ ഭൂമിയിലേക്ക് വരാൻ കാരണഭൂതരായ 2 പേർ, അവരെ മാത്രമേ നമുക്ക് ഒഴിവാക്കാൻ കഴിയൂ. ആരെയും ഒഴിവാക്കാൻ കഴിയില്ല. സ്വന്തം ചോരയിൽ പിറന്ന മക്കളെ ഒഴിവാക്കാൻ കഴിയില്ല. എളുപ്പം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന അവരെ 2 പേരും. ആ വലിയൊരു സന്ദേശം, ആ ഒരു വലിയ തിരിച്ചറിവാണ് അച്ഛൻ്റെ ആ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നമ്മൾ ആ കഥ നന്നായി കേട്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു നോവ് അവശേഷിപ്പിച്ചുകൊണ്ടാണ് ആ കഥ അവസാനിക്കുന്നത്. എല്ലാം തുടർച്ചയാണ്. അവസാനം അച്ഛൻ പറഞ്ഞത് അതിൻ്റെ ബാക്കി അതാണ്. ഇനിയും കഥ തുടരുകയാണ്. ആ ചോര ഛർദ്ദിച്ച് മരിച്ചു കിടക്കുന്ന അച്ഛൻ, അപ്പുറത്ത് കൈക്കുഞ്ഞുമായിരിക്കുന്ന ഭാര്യ, ആ ഭാര്യയ്ക്ക് ഒരു മകൻ, അതും വളരുകയാണ്. വീണ്ടും ഒരു കാലം ചാക്രിക രൂപത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ആ അച്ഛൻ പറഞ്ഞ കഥയുടെ സാരം. ഉപേക്ഷിക്കപ്പെടലുകളും ത്യജിക്കപ്പെടലുകളും സ്നേഹമില്ലായ്മയും എല്ലാം ഇനി വരുന്ന തലമുറയുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നൊരു വലിയ സന്ദേശമാണ് ഈ അച്ഛൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയും. ഒരുപക്ഷെ അത് കേട്ടെനിക്ക് ശരിക്കും ഫീൽ ചെയ്തു ആ ഒരു കഥയുടെ അർത്ഥം മനസ്സിലായി. പക്ഷേ ഇരിക്കുന്ന പലർക്കും ആ ഒരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ കടക്കി പിടിച്ച നൊമ്പരമായി കൊണ്ട് നടക്കും. അതാണ് കൂടെ ആ ഒരു കഥയിൽ നമുക്ക് തിരിച്ച് ഒരു നല്ല ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു ഒരു ആഘോഷദിനമായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു തിരിച്ചുവരവ് നടത്താം. രഞ്ജിനിയുടെ ഒരു മണ്ടൻ ചോദ്യത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ നല്ലൊരു ചോദ്യം നമുക്ക് മണ്ടൻ ചോദ്യം ഇനി നമുക്കൊരു പാട്ടാവാം. ഇനി ഒരു പാട്ടാവാം. ആര് പാടി? പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ, കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. നിന്നാലീ പുൽമാടം പൂമേടയായടാ, നിന്നാലീ പുൽമാടം പൂമേടയായടാ. കണ്ണാണേ എനിക്കു സാമ്രാജ്യം കൈവന്നടാ, വന്നടാ. പാട്ടുപാടി ഉറക്കം ഞാൻ താമരപ്പൂ പൈതലേ, കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. രാജാവായി തീരും നീ ഒരു കാലമോമനെ, രാജാവായി തീരും നീ ഒരു കാലമോമനെ. മറക്കാതെ അന്നു തൻ സാധൻ ശ്രീരാമനെ, രാമനെ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ, കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. രാരിരാരോ രാരിരോ, രാരിരാരോ രാരിരോ, രാരിരാരോ രാരിരോ, രാരിരാരോ രാരിരോ. ഈ പാട്ടിൽ
ഇരിക്കുന്ന കൂട്ടത്തിൽ ആരും ഏറ്റു പാടാത്ത വിഷമമുണ്ട്. നിങ്ങളൊക്കെ പാടിയിട്ടുള്ള പാട്ടാണ് ഇതൊക്കെ. എനിക്ക് ഈ പാട്ട് കേട്ടിട്ട് ഈ പാട്ടെല്ലാം പാടിയിട്ടുള്ളവരാണ്. മോളെ ഈ പാട്ട് അച്ഛന്റെ മോളെ ഈ പാട്ട് പാടിയാണ് വളർത്തിയത്. എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേൻ. എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേൻ. അയ്യപ്പ സ്വാമി അഭയം അയ്യപ്പ സ്വാമി. നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ. എൻ്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ. എൻ്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ. ആറ്റും നോറ്റും നിന്തിരുനടയിൽ എന്നും കാത്തരുളുക വരവരുളുക. നമ്മുടെ സമയം ഒരുപാട് വൈകി പോകുന്നു. ഞങ്ങൾ വളരെ നേരത്തെ എത്തിയതാണ്. അപ്പോൾ നമുക്ക് ഒരു പാട്ട് പാടിക്കൊണ്ട് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇത്ര നേരം ഞങ്ങളോടൊപ്പം കൂടുകയും പാട്ട് പാടുകയും കഥ പറഞ്ഞു തരികയൊക്കെ ചെയ്ത അർത്ഥവത്തായ കഥകൾ എന്ന് പറയും. അങ്ങനെ പല കഥകളും പറഞ്ഞ് പക്ഷേ ഞങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലൊരു നാളെ ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കഥ പറഞ്ഞു തന്ന നമ്മുടെ അച്ഛൻ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം അത്തരം കഥകൾക്കും പറഞ്ഞു തന്ന പാടിത്തന്ന പാട്ടുകൾക്കും താരാട്ടുപാട്ടിനും ഒക്കെ വളരെയധികം നന്ദി. ഹാപ്പി വിഷു. ഹാപ്പി വിഷു.